Hello friends, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഫിഷ് ഫില്ലറ്റ് ഫ്രൈ ആണ്. നമുക്ക് പെട്ടെന്ന് കൂടിപ്പോയി ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഫിഷ് ഫില്ലറ്റ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഫിഷ് ഫില്ലറ്റ് ഒരു പാക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സൈസ്, അതായത് ഒരു മീഡിയം സൈസിൽ നമ്മൾ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിൽ നിങ്ങൾ കട്ട് ചെയ്യുക. ഇതിനു വേണ്ടി നമുക്കൊരു സ്പെഷ്യൽ മസാല തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ പെരുംജീരകം, പിന്നെ കുറച്ച് കറിവേപ്പില. ഇതോടൊപ്പം ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിന്റെ പൊടി എടുത്തിട്ടുണ്ട്, ഒരു ഹാഫ് നാരങ്ങ ഇതുകൂട്ട് പിഴിഞ്ഞാൻ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. മസാല തയ്യാറാക്കാനായിട്ട് ഞാൻ ഇതുകൂട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പെരുംജീരകവും നല്ല ജീരകവും കൂടിയിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ജീരകം രണ്ടും കൂടിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയിൽ നിന്നും ഒരു 4 കറിവേപ്പില കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നമ്മൾ പേസ്റ്റ് പോലെ നമുക്ക് അടിച്ചെടുക്കാം. നമ്മളിവിടെ മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. നമ്മൾ ഈ കറിവേപ്പിലൊക്കെ ഇട്ട് നമ്മൾ ഈ മിക്സിയിലിട്ട് അടിക്കുമ്പോഴേക്കും നമ്മുടെ ഇതിന് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുന്നതാണ്. മാത്രമല്ല നമ്മൾ ഈ ജീരകമൊക്കെ ആദ്യമേ നമ്മൾ പൊടിച്ചെടുക്കണം, എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് പൊടിഞ്ഞു കിട്ടത്തുള്ളൂ. ഇനി നമുക്കിത് മീനിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവറും ആഡ് ചെയ്ത് കൊടുക്കാം. കൂടാതെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാശ്മീരി ചില്ലി പൗഡർ കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതോടൊപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളകിൻ്റെ പൊടി കൂടെ ആഡ് ചെയ്യാം. ഞാനിവിടെ 1/4 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതായത് നമ്മുടെ ഈ എരിവും ഉപ്പും ഈ നാരങ്ങയുടെ പുളിയും എല്ലാം കൂടെ നമ്മുടെ മീനിലൊക്കെ കറക്റ്റായിട്ട് പിടിക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയെല്ലാം നമ്മൾ മീനിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 20 മിനിറ്റ് നമുക്ക് മാറിനേറ്റ് ആയിട്ട് വെക്കാം. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം. അതിനുവേണ്ടി ഇതുപോലൊരു പാൻ വെച്ചതിന് ശേഷം ആവശ്യത്തിന് എണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഫിഷ് ഫില്ലറ്റ് ഫ്രൈ ചെയ്യാനായിട്ട് ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല. അപ്പോൾ ആവശ്യത്തിന് എണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന മീൻ നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മീനെല്ലാം ആഡ് ചെയ്തിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില കുറച്ച് നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പിലൊക്കെ നമ്മളിപ്പോൾ ഇതിലേക്ക് ഇടുന്നതിലൂടെ നമ്മുടെ ഇതിന് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. നമുക്ക് മറ്റേ സൈഡിലോട്ടൊന്ന് തിരിച്ചിടാം. ഇപ്പോൾ നമ്മുടെ ഫിഷ് ഫില്ലറ്റ് ഫ്രൈ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പം എടുക്കാനുള്ള ആ ഒരു കണ്ടീഷനിലായിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. ഇത് നമുക്ക് കൂടിപ്പോയാൽ 10 മിനിറ്റ് കൊണ്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണിത്. നമ്മൾ ഈ സാധാരണ മീനൊന്നും ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി നേരം നമുക്ക് ഇതിലിട്ട് എണ്ണയ്ക്കകത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടും. നമ്മളിവിടെ സ്പെഷ്യൽ ഫിഷ് ഫില്ലറ്റ് ഫ്രൈ നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് വളരെ ഇഷ്ടപ്പെടും. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുക. ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.